ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാകുന്നു എന്റെ കൽപ്പന. ഒരുവൻ തന്റെ സ്നേഹിതന്മാർക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്റെ സ്നേഹിതരായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. എന്തെന്നാൽ ദാസൻ തന്റെ യജമാനൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്നറിയുന്നില്ല. എന്നാൽ ഞാൻ എന്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് ഞാൻ വിളിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിപ്പാനും ഫലം നിലനിൽപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങളെ നിയമിച്ചുമിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പാനായി ഞാൻ ഇങ്ങനെ കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുൻപേ അത് എന്നെ ദ്വേഷിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകസംബന്ധികളായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകസംബന്ധികളല്ല. എന്തെന്നാൽ ലോകത്തിൽ നിന്ന് നിങ്ങൾ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ലെന്ന് ഞാൻ പറഞ്ഞതായ വചനം നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനമാചരിച്ചുവെങ്കിൽ നിങ്ങളുടേതും ആചരിക്കും. എന്നാൽ എന്നെ അയച്ചവനെ അവർ അറിയായിക്കൊണ്ട് ഇതെല്ലാം അവർ നിങ്ങളോട് പ്രവർത്തിക്കും. നിങ്ങൾ വിരുദ്ധരാകാതിരിപ്പാനായി ഞാൻ ഇവയെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സംഘാലയത്തിൽ നിന്നും തള്ളിക്കളയും. ഓരോരുവനും നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാകുന്നുവെന്ന് വിചാരിക്കുന്നതായ നാഴികയും വരും. അവർ എന്റെ പിതാവിനെയാകട്ടെ എന്നെയാകട്ടെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ ശ്ലോമോ